വൈക്ലിഫ് ബൈബിൾ 800 ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. പ്രമുഖ ബൈബിൾ പ്രസാധകരായ വൈക്ലിഫ് ബൈബിൾ 800 ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഏകദേശം 6.2 ബില്യൺ ആളുകൾക്ക് അവരുടെ മാതൃഭാഷയിൽ ദൈവവചനം വായിക്കാൻ കഴിയുന്നു. എങ്കിലും 5-ൽ ഒരാൾ സ്വന്തം ഭാഷയിൽ ഒരു വാചകത്തിനായി കാത്തിരിക്കുന്നതിനാൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അവർ പറഞ്ഞു. വെഹ മൊഗബെ രണ്ടും കാമറൂണ് ഭാഷ ഇഫെ ട്രോഗോയിലും ബെനിനിലും സംസാരിക്കുന്നു. ട്രോമ, ഖാന, ഷോർ, നൈജീരിയ എന്നിവയാണ് ഏറ്റവും പുതിയ പതിപ്പുകളിൽ ചിലത്. 1998 മുതൽ ബൈബിൾ പൂർണ്ണമായും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഭാഷകളുടെ എണ്ണം ഇരട്ടിയായി. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 100-ലധികം വിവർത്തനങ്ങൾ പൂർത്തിയായി. ഇത് 500 ദശലക്ഷം ആളുകൾക്കുകൂടി ദൈവവചനം ലഭ്യമാക്കി. ലോകദൗത്യത്തിന് ഇത് അസാധാരണമായ ഒരു സമയമാണ്. സമീപ ദേശങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിവർത്തന പ്രവർത്തനങ്ങൾ ത്വരിതയിലാക്കിയതോടെ ശ്രദ്ധേയമായ പുരോഗതി തങ്ങൾക്കു കാണാൻ കഴിഞ്ഞു. വൈക്ലിഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജെയിംസ് പോൾ പറഞ്ഞു. പ്രമുഖ ബൈബിൾ പ്രസാധകരായ വൈക്ലിഫ് ബൈബിൾ 800 ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഏകദേശം 6.2 ബില്യൺ ആളുകൾക്ക് അവരുടെ മാതൃഭാഷയിൽ ദൈവവചനം വായിക്കാൻ കഴിയുന്നു. എങ്കിലും 5-ൽ ഒരാൾ സ്വന്തം ഭാഷയിൽ ഒരു വാചകത്തിനായി കാത്തിരിക്കുന്നതിനാൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അവർ പറഞ്ഞു. വെഹ മൊഗബെ രണ്ടും കാമറൂണ് ഭാഷ ഇഫെ ട്രോഗോയിലും ബെനിനിലും സംസാരിക്കുന്നു. ട്രോമ, ഖാന, ഷോർ, നൈജീരിയ എന്നിവയാണ് ഏറ്റവും പുതിയ പതിപ്പുകളിൽ ചിലത്. 1998 മുതൽ ബൈബിൾ പൂർണ്ണമായും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഭാഷകളുടെ എണ്ണം ഇരട്ടിയായി. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 100-ലധികം വിവർത്തനങ്ങൾ പൂർത്തിയായി. ഇത് 500 ദശലക്ഷം ആളുകൾക്കുകൂടി ദൈവവചനം ലഭ്യമാക്കി. ലോകദൗത്യത്തിന് ഇത് അസാധാരണമായ ഒരു സമയമാണ്. സമീപ ദേശങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിവർത്തന പ്രവർത്തനങ്ങൾ ത്വരിതയിലാക്കിയതോടെ ശ്രദ്ധേയമായ പുരോഗതി തങ്ങൾക്കു കാണാൻ കഴിഞ്ഞു. വൈക്ലിഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജെയിംസ് പോൾ പറഞ്ഞു.